അത് കണ്ടില്ല. നമുക്ക് ഈ മാങ്ങ ഒക്കെ നെറ്റിയിൽ കായ്ക്കുന്നത് കണ്ടില്ല. സാധാരണ ചക്കയൊക്കെയാണ് ഇങ്ങനെ നെറ്റി മാവിൽ നിന്ന് കായ്ച്ചത് നേരിട്ട് തടിയിൽ തന്നെ കായ പിടിക്കണത്. നല്ല ഭംഗിയായിട്ട് അവിടെയൊക്കെ നന്നായിട്ട് മൂത്തതും പഴുത്തതും ഒക്കെ ഉണ്ട്. നന്നായിട്ട് കുറേ ഇത് കണ്ടില്ല. ഇത് ബോറോണിന്റെ കുറവാണ് ഈ വിള്ളല് മാങ്ങ വിള്ളണത് ബോറോണിന്റെ കുറവാണ്. അതിന്റെ കറക്റ്റ് മൈക്രോന്യൂട്രിയൻസുകൾ അതിന് ലഭ്യമല്ലാത്തതുകൊണ്ടാണ്. ബോറോൺ കൊടുത്തതിന് ശേഷം നമുക്ക് മൈക്രോന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാതാക്കാനായിട്ട്. അത് ഒരുവിധം ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട്. തണ്ണിമത്തനിൽ നമ്മൾ ചെയ്യുന്ന സമയത്തും ചിലത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പലരും പറഞ്ഞില്ല ബോറോണ്ട് കുറവാണല്ലോ. ബോറോൺ അതാണ്. ഇത് കണ്ട മാങ്ങ പഴുത്തത്. ഇതൊക്കെ നമുക്ക് വീട്ടുമുറ്റത്ത് ഇതുപോലെ ഇങ്ങനെ പറിച്ച് നമ്മൾ ഇഷ്ടാനുസരണം കഴിക്കുക. നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് മാങ്ങ കിട്ടാത്തതുകൊണ്ടല്ല, വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്രിമ രീതിയിൽ പഴുപ്പിക്കുന്നതാണ്. 100% മൂപ്പാകുന്നതിന് മുന്നെയാണ് അത് മാർക്കറ്റിൽ എത്തിക്കുക. 60-70% ആകുമ്പോൾ പറിച്ച് കച്ചവടം ചെയ്യും. അതേസമയം നമ്മുടെ വീട്ടിൽ ഇതുപോലെ മൂത്ത് പഴുത്ത് 100% മൂത്ത മാങ്ങ കഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും ആ സ്വീറ്റും ഒക്കെ ഒന്ന് ലെവൽ വേറെയാണ്. അതുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ട് പിന്നെ മാവുകൾ വെക്കുക, മാങ്ങ ഇത് കഴിക്കുക. അപ്പം നല്ല മാങ്ങ ഒറിജിനൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ ഈ കാർബൈഡൊക്കെ ഇട്ട് പഴുപ്പിച്ച് മറ്റു രീതിയിൽ കൃത്രിമ രീതിയിൽ പഴുപ്പിച്ച മാങ്ങകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കറിയാം. വയറുവേദന അതുപോലെ കുറേ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് നമ്മൾ അണ്ണാരെ കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് 1-2 മാവുകൾ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ സ്ഥലം കുറവുള്ളവർ ഉള്ള സ്ഥലത്ത് പിന്നെ ഇതുപോലെ ചെയ്യിക്കുക. സ്ഥലപരിമിതിയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡ്രമ്മിൽ മാവ് വെക്കുക എന്നുള്ളത്.